പരിശുദ്ധമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്നത്തിൽ മഹത്വമെടുക്കുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. NCFI ഫെലോഷിപ്പിൻ്റെ സൺഡേ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് ദൈവം എനിക്ക് തന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ നിങ്ങളോടൊരുമിച്ച് ബ്രദർ സിറിയേക്കിൻ്റെ ഭവനത്തിലെ കോട്ടേജ് മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് കർത്താവ് എനിക്ക് അവസരം തന്നു. ഇന്ന് സായാഹ്നത്തിൽ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എങ്കിലും പാസ്റ്റർ രാവിലെ കണ്ട് സംസാരിച്ചപ്പോൾ കുറച്ച് അദ്ദേഹത്തിന് നിർബന്ധത്തിൻ്റെ സ്നേഹം കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ വന്നതാണ്. അടുത്ത ആഴ്ച വരാനായിട്ടാണ് ഇരുന്നിരുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും വന്നു. ഈ ചർച്ചിനെ പറ്റി ഞാൻ നേരത്തെ ഡാനിയലിലും കാർത്തികയിലൂടെ എൻ്റെ സിസ്റ്ററിലൂടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സഭ കൂട്ടായ്മ, പ്രത്യേകിച്ച് നമുക്കൊരു പരദേശിയായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു കുടുംബമായിട്ടുള്ള കൂട്ടായ്മയാണ്. അങ്ങനെ ഡാനിയലും കാർത്തികയും ഞങ്ങളുടെ ചർച്ചിലും അങ്ങനെയായിരുന്നു. അവർ എറണാകുളത്തുകാരല്ല, അവർ ജോലി സംബന്ധമായിട്ട് അവിടെ വന്നപ്പോൾ ചർച്ചിലുണ്ടായിരുന്നതാണ്. നിങ്ങളെങ്ങനെ ഇവിടെ കെയർ കൊടുക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കയ്യിലെ വാച്ച് ഇപ്പോഴും കേരളത്തിലെ സമയമാണ്. ഇതിനകത്ത് സമയം ഇപ്പോൾ ഏകദേശം 10 മണിയാകാൻ പോകുന്നു. ഇവിടെ ഞാൻ ക്ലോക്ക് മൊത്തം നോക്കി കണ്ടുമില്ല. ഇപ്പം എത്ര മണിയായി? 5:15. 5:30 നിർത്തണം. 15 minutes. ഓക്കെ. ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ട് സമയം ഫോളോ ചെയ്യാൻ ഭയങ്കര നിർബന്ധമാണ്. നമ്മൾ ഹെർമെനറ്റിക്സും ഹോമിലിറ്റിക്സൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് ബൈബിൾ തുറക്കുന്നില്ല. 15 മിനിറ്റല്ലേ ഉള്ളൂ. സമയം തന്ന് കുറഞ്ഞു പോയെന്ന് പറഞ്ഞതല്ല കേട്ടോ, ആർത്ഥത്തിൽ പറഞ്ഞതല്ല. നമ്മൾ നല്ല സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ആ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു. വീട് കർത്താവ് ഒരുക്കി തന്നു, ജോലി ഒരുക്കി തന്നു, ലൈസൻസ് ഒരുക്കി തന്നു. ഇതെല്ലാം ഒരു അത്ഭുതമല്ലേ? അത്ഭുതമായതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത്. ആ നല്ല സാക്ഷ്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മത്തായി 11:20 വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. മത്തായി 11:20, മാത്യു ചാപ്റ്റർ 11:20. പിന്നെ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ നടന്ന പട്ടണങ്ങൾ സാക്ഷ്യം പറയാകയാൽ എന്നല്ല, മാനസാന്തരപ്പെടാകിയാൽ. അപ്പം ദൈവം ഒരാളുടെ ജീവിതത്തിൽ എന്തിനാ അത്ഭുതം ചെയ്യുന്നത്? അയ്യോ, ഈ പാസ്റ്റിന് ഇത് പറയാനേ നേരമുള്ളൂ. ഞാൻ ലൂക്കോസ് 14 വായിക്കാനോ തുറന്നു വെച്ചേ, പക്ഷെ 15 മിനിറ്റുള്ളതെന്ന് കേട്ടപ്പോൾ എന്നാൽ പിന്നെ വാക്യം മാറ്റാമെന്ന് വിചാരിച്ചു. ദൈവം എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത്? മത്തായി 11:20 അനുസരിച്ച് എന്താണ് ദൈവം വൈ ഡു ഗാഡ് ഡു മിറാക്കിൾസ് ഇൻ ലൈഫ്? എന്തിനാണ് ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത്? ആ വാക്യത്തിനനുസരിച്ച് മാനസാന്തരപ്പെടാക്കിയാൽ അവരെ. അത്ഭുതം എന്ന വാക്കിനർത്ഥം എന്നറിയാമോ? സിംപ്ലി, എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. എനിക്കൊരു 5,000 രൂപയുടെ സാധനം മേടിക്കണം. ഞാൻ മുട്ടയിൽ നിന്ന് എൻ്റെ കർത്താവേ എനിക്ക് 5,000 രൂപയുടെ സാധനം മേടിക്കണം, എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, ഞാൻ മേടിക്കണോ വേണ്ടേ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ സ്വല്പം വിശുദ്ധരാണെങ്കിൽ കൂടി ചോദിക്കാൻ സാധ്യത ഞങ്ങൾ കാണുന്നില്ല. നേരെ മറിച്ച് 1,00,000 രൂപ കയ്യിലുണ്ട്, 5,00,000 രൂപയുടെ കാര്യം വരുമ്പോൾ എന്ത് ചെയ്യും? നേരെ മുട്ടുമടക്കി, കർത്താവേ 1,00,000 രൂപയെ കയ്യിലുള്ളൂ, ബാക്കി 4,00,000 എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല, മേലിൽ ആകാശം താഴെ ഭൂമി അല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന എപ്പോഴാ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാതെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? 1,00,000 രൂപ കയ്യിലുണ്ട്, 5,000 രൂപയുടെ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. കാരണം ഒന്നും നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയുടെയും മറുപടി എന്താണ്? ഒരത്ഭുതമാണ്. കാരണം എന്താ? നമ്മൾ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ലേ.
അപ്പം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം പ്രാർത്ഥനയിൽ മറുപടിയായിട്ട് വരുമ്പോൾ അതൊരു അത്ഭുതമാണ്. സത്യമല്ലേ? സത്യമാണ്. ദൈവം തന്നെ അത്ഭുതം ചെയ്യുന്നേ മാനസാന്തരപ്പെടാൻ. ഞാൻ പല ടെസ്റ്റുകളും നടത്തി. ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എനിക്ക് ആരെയും മനസ്സിലായില്ല. ആകെ ഇപ്പോൾ പരിചയം റോട്ടനിയെ മാത്രമേ ഉള്ളൂ. 2 ദിവസം റോട്ടനിയുടെ കാറിൽ വന്നുകൊണ്ട് ആളെ ഒന്നും മനസ്സിലായിട്ടില്ല. കേട്ടതനുസരിച്ച് പറയുകയാണ്, നമുക്ക് എന്തിനാ ദൈവം ലൈസൻസ് തന്നെ? എന്തിനാ വീട് തന്നെ? എന്തിനാണ് ദൈവം നമുക്ക് ചോദിച്ച് തന്നത്? എനിക്കത് കിട്ടിയത് കൊണ്ട് എൻ്റെ പോരായ്മകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇന്നലത്തേക്കാൾ അധികം കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരുന്നെന്ന് ഒരു കൺക്ലൂഷൻ നമുക്ക് പറയാനായിട്ട് പറ്റണ്ടേ? പണ്ട് ബൈബിൾ കോളേജ് പഠിക്കുന്ന ഞാനൊക്കെ ആദ്യം ബൈബിൾ കോളേജ് സെമിനാരി പഠിക്കാൻ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലല്ലോ സ്കൂളിലൊക്കെ പഠിക്കുന്നത്. മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് നേരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ബബ്ബ അടിക്കും. സെമിനാരി പഠിക്കാൻ ചെല്ലുമ്പോഴേ, കാരണം 3-4 മാസം കഴിഞ്ഞ് ചാപ്പലിൽ പ്രസംഗിക്കണം ഇംഗ്ലീഷിൽ. ഇതുപോലൊരു ചെറുപ്പക്കാരനൊരു അനുഭവം ഉണ്ടായി. ഇവൻ ജൂനിയറായിട്ട് പഠിക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന 4 മാസം കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ ടെസ്റ്റിമണി പറയണം, സാക്ഷ്യം പറയണം. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം നമുക്ക് സെമിനാരി ഡ്യൂട്ടി ഇടും. എന്താ പറയുക, കക്കൂസ കഴുകുന്ന ഒരാഴ്ച ഇന്ന ആളായിരിക്കും, പാല് മേടിക്കുന്ന ഇന്ന ആളായിരിക്കും, അങ്ങനെ. അപ്പോൾ ആ മാസം ഇവൻ്റെ ഈ ജൂനിയർ പയ്യൻ്റെ കയ്യിൽ പാല് മേടിക്കുന്ന ഡ്യൂട്ടിയാണ്. അപ്പോൾ പാല് മേടിക്കുന്ന പൈസ എന്ത് ചെയ്യും? രാവിലെ ഇവൻ്റെ കയ്യിൽ വരും. ഇവൻ സീനിയർ ചേട്ടന്മാരെ അടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ ടെസ്റ്റിമണി ഒന്ന് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം, എഴുതി തരണം. എന്നിട്ട് കാണാതെ പഠിച്ചിട്ട് മേളിൽ കയറി പറയാനുള്ള പരിപാടി. ചാപ്പലെന്ന് പറഞ്ഞാൽ 1300 പേര് വരും. അതിൻ്റെ ഫ്രണ്ടിൽ കയറി ഇംഗ്ലീഷിൽ ടെസ്റ്റിമണി പറയണം. എല്ലാം ഒക്കെ എഴുതി വെച്ചു, റെഡിയായി. അന്ന് രാവിലെ പാല് മേടിക്കാനുള്ള കാശും ടെസ്റ്റിമണി എല്ലാം പോക്കറ്റിൽ വെച്ചുകൊണ്ട് രാവിലെ കുളിക്കാൻ ബാത്റൂമിൽ പോകും. ഇതെല്ലാം ടെസ്റ്റിമണി കാശും എല്ലാം കൂടി ഊരി വെന്റിലേറ്ററിൻ്റെ അവിടെ വെച്ചു. ബാത്റൂമിൽ വെന്റിലേറ്ററില്ല, വെന്റിലേഷൻ അവിടെ വെച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ആശാൻ എഴുന്നേറ്റ് പോയപ്പോഴത്തേക്കിനും ഈ സാധനം എടുക്കാൻ മറന്നുപോയി. ബൈബിൾ കോളേജിലാണ് ഏറ്റവും വലിയ വേന്തന്മാരുള്ളത്. നമ്മൾ മാലാഖ കുഞ്ഞുങ്ങളാണെന്നും പറഞ്ഞായിരിക്കും അവിടെ ചെല്ലുന്നത്. ഞാൻ ജീവിതത്തിൽ ആകെ മദ്യപിച്ചത് സെമിനാരിൽ ചെന്നപ്പോഴാണ്. ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിയാണ് എൻ്റെ നാട്. ചുറ്റും കഞ്ചാവും ഡ്രഗുമാണ്. എന്നിട്ട് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ സെമിനാരിൽ ചെന്നപ്പോൾ ഈ വിശുദ്ധന്മാരെല്ലാം കൂടെ എന്നെ കൊണ്ട് കുടിപ്പിച്ചു. അങ്ങനത്തെ വേന്തന്മാരുള്ള സ്ഥലമാണ്. ഇവൻ റൂമിൽ ചെന്നപ്പോൾ തിരിച്ചറിഞ്ഞു ഇവൻ്റെ പോക്കറ്റ് ഇരുന്ന കാശും പേപ്പറും എന്തായി മിസ്സായി. ഇവനോട് ഇവിടെ വന്നപ്പോഴത്തേക്കിനും വെന്റിലേറ്ററിൽ സാധനമില്ല. ആരോ ചേട്ടന്മാർ കൊണ്ടുപോയി. രാവിലെ കുളിച്ചൊരുങ്ങി ചാപ്പലിൽ വന്നപ്പോൾ ഇവൻ്റെ ടെസ്റ്റിമണി പറയാൻ സമയമായി. ഇവൻ എഴുതി വെച്ച സാധനം കാണാനില്ല. അങ്ങനെ അവൻ വിറച്ച് മുമ്പിലോട്ട് വന്ന്, ഈ മൈക്കും പിടിച്ച് ഇവിടെ നിൽക്കുന്ന ചെറിയ പരിപാടിയല്ല കേട്ടോ, അത് വന്ന് നോക്കി അറിയാൻ പറ്റും. കൈയും കാലൊക്കെ വിറക്കും ആദ്യമായിട്ട് വരുമ്പോൾ. ഇവൻ വിറച്ച് ഇവിടെ വന്നിട്ട് പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, മലയാളത്തിൽ, എൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കാശെടുത്തോ, എൻ്റെ സാക്ഷി എനിക്ക് തിരികെ തരണം. ഞാനൊരു സർക്കാസമായിട്ടത് പറഞ്ഞെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സാക്ഷ്യം പറയും. പക്ഷെ ദൈവം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്? പണ്ട് പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ പത്രോസ് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം എന്നല്ല, പത്രോസ് പറഞ്ഞു ഞാൻ പാപിയായ മനുഷ്യനാണ്, എൻ്റെ അടുക്കലേക്ക് ദൈവമേ അങ്ങ് വരരുതേ എന്ന് പറഞ്ഞ് പത്രോസ് ദൈവത്തോട് നിലവിളിച്ചു. അല്ലേ? എന്തിനാ ദൈവം നമുക്കൊണ്ട് അത്ഭുതം ചെയ്യുന്നേ? ഒന്നൊരുമിച്ച് പറഞ്ഞേ, ഒരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സമയം കഴിഞ്ഞു പാസ്റ്റേ? സമയമായോ? ആ സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സൊദോമിലും ഗൊമോറയിലും എന്താ സംഭവിച്ചതെന്ന്. സൊദോം ഗൊമോറ
തീയും ഗന്ധവും കൊണ്ട് ദൈവം എന്ത് ചെയ്തു? നശിപ്പിച്ചു. അവിടെ നമുക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ആരാണ്? ലോത്ത് ജീവിച്ചിരുന്ന അവിടെയാണ്. ഈ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ സൊദോം ഗൊമോറയിൽ എത്ര കൺവെൻഷൻ നടന്നു? എത്ര കൺവെൻഷൻ നടത്തിയിട്ടുണ്ട് അവിടെ? വല്ല അറിയാമോ? ഒന്നും അറിയത്തില്ല. അവിടെ ഏതെങ്കിലും മിഷണറി പ്രവർത്തനം നടന്നതായിട്ട് നമുക്കറിയാമോ? ഒന്നും അറിയത്തില്ല. നമുക്കറിയാം 2 ദൂതന്മാരവിടെ ജഡ്ജ്മെൻറ്റ് സന്ദേശമായിട്ട് അവിടെ ചെന്നു. ദൈവം ന്യായവിധിക്കാൻ പോകുന്നു, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ പിടിക്കാനായിട്ട് നാട്ടുകാരെല്ലാം കൂടി വന്ന് വളരെ മോശം നാട്ടുകാരായതുകൊണ്ട് ഉടനെ അവരെന്ത് കൈ പുറത്തേക്കിട്ട് ഈ വന്ന ആളുകളെ എന്ത് ചെയ്തു? അന്ധത പിടിപ്പിച്ചു. അതൊരു അത്ഭുതമല്ലേ? അല്ല, നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. നമ്മൾ തപ്പുന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവർ കൈ പുറത്തേക്കിട്ട് വന്ന ആൾക്കാരെല്ലാം അന്ധത പിടിച്ചു. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. സൊദോം ഗൊമോറയിൽ എത്ര പാസ്റ്റർമാർ പോയി? ആരും പോയില്ലേ? 2 പാസ്റ്റർമാർ പോയില്ലേ പ്രസംഗിക്കാൻ? 2 പാസ്റ്റർമാർ. സൊദോം ഗൊമോറയിൽ 2 പാസ്റ്റർമാർ പോയി. എത്ര മീറ്റിംഗ് നടത്തി? ഒരൊറ്റ മീറ്റിംഗ്. ഒറ്റ മീറ്റിംഗ്. എത്ര അത്ഭുതം ചെയ്തു? ഒരത്ഭുതം ചെയ്തു. 2 പാസ്റ്റർമാർ, ഒറ്റ മീറ്റിംഗ്, ഒരത്ഭുതം. അത് കണ്ടിട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല. സൊദോം ഗൊമോറ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. ദൈവം ആരെന്ത് ചെയ്തു? നശിപ്പിച്ചു അല്ലേ? അപ്പം 2 പാസ്റ്റർമാർ, ഒരു മീറ്റിംഗ്, ഒരത്ഭുതം കണ്ടിട്ട് മാനസാന്തരപ്പെടാതെ പോയ ഒരു പട്ടണത്തെ ദൈവം നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ ഒരു വർഷത്തിൽ 52 ഞായറാഴ്ച, കുറഞ്ഞൊരു 52 പ്രസംഗം. ഇംഗ്ലീഷിലും മലയാളത്തിലും മാറി മാറി പാസ്റ്റർമാർ പ്രസംഗിക്കുന്നു. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കാട്ടിൽ നിന്നും വരുന്നു. പ്രവാചകന്മാരുടെ ശബ്ദത്തിലും അല്ലാതെയൊക്കെ പ്രസംഗിക്കുന്നു. 52 + 52 ആണെങ്കിൽ ഒരു 100 എത്രയാ? ഒരു 4 പ്രസംഗങ്ങൾ കുറഞ്ഞ ഒരു വർഷം കേൾക്കുന്നു. ഇപ്പം പറഞ്ഞനുസരിച്ചാണെങ്കിൽ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ മാനസാന്തരപ്പെടാതെ ദൈവം നമ്മളെ വിടുമോ? ദൈവം വിടുമോ? രണ്ട് പാസ്റ്റർമാർ, ഒരു പ്രസംഗം, ഒരത്ഭുതം. അതുകൊണ്ടാണ് മത്തായി 11:20 താഴോട്ട് വായിക്കും പറയുന്നത്, നിങ്ങൾക്കിതെന്ന അവസരം സൊദോമിനും ഗൊമോറയ്ക്കും കൊടുത്തിരുന്നെങ്കിൽ അവർ ഇന്നും നിൽക്കുമായിരുന്നു. So every miracle is demanding a repentance. Last message Dr. Billy Graham anodu choichu, what do you want to say to the world? അദ്ദേഹം പറഞ്ഞു, cross is often offensive to the world because it doesn't suggest, it demands. ക്രൂശ് ലോകത്തിന് പലപ്പോഴും തടങ്കൽ പാറയാണ്. കാരണം അത് ആളുകളോട് സജഷൻ പറയുന്നില്ല, അത് ഡിമാൻഡ്സ് പറയുന്നു. The cross is demanding the holy life. The cross is demanding the obedience. The cross is demanding the complete submission to the Lord. Therefore, cross is often offensive to the world. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം എന്തിനാ അത്ഭുതം ചെയ്യുന്നേ? നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ, ദൈവം അത്ഭുതം ചെയ്തു എന്ന് പറയുമ്പോൾ, അത് നമ്മൾ ലോകത്തിലേക്ക് അടുപ്പിക്കാനായിട്ടല്ല, ദൈവത്തിലേക്ക് അടുപ്പിക്കണം. ഒന്നൊന്നും ദൈവം വെച്ച് നീട്ടുമ്പോൾ പറയണം, ഇതൊന്നും എൻ്റെ എൻ്റെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമല്ല. കാരണം എബ്രായർ 11:38 പറയുന്നു, ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. വിശുദ്ധന്മാർക്ക് ഈ ഭൂമുഖത്ത് എവിടെ പോയാലും അവർക്ക് യോഗ്യമല്ലെന്ന് വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ, ജയോഗ്രഫിക്കലി നമ്മൾ എവിടെ ജീവിച്ചാലും നമുക്ക് യോഗ്യമല്ല. ഓരോ സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളിലേക്ക് നമ്മളെ നയിക്കുമ്പോഴും അതിൻ്റെ ഒടുക്കം നമ്മളെ മാനസാന്തരപ്പെടുത്തണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യുമാറാകട്ടെ. അവസരത്തിനായ ദൈവദാസന് സഭയ്ക്ക് നന്ദി പറയുന്നു.